ഓരോന്ന് പേര് ഞാൻ മെൻഷൻ ചെയ്യുന്ന പോലും ഇല്ല. എനിക്ക് അറിയില്ല ഈ വാണല്ലേ ഏതാന്ന് പോലും. ഈ അനന്തു എന്നെല്ലാം പറഞ്ഞ വാണം ഓനല്ലേ ഈ പറഞ്ഞ പോലെ ഏതാന്ന് പോലും എനിക്ക് അറിയില്ല. അവന്റെ മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇരക്കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടിയുകയും ചെയ്യും. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ പേരെടുക്കാതെയും പറയുന്നുണ്ട്. അവൻ വാണം എന്നൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത്. ഇതിനകത്ത് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ശരിക്കും കളിക്കുന്നെങ്കിൽ ആണുങ്ങളെപ്പോലെ കളിക്കും. ഇറങ്ങി വാ, നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ മാതിരി അന്തിമയങ്ങുമ്പോ കടത്തിനെ കിടന്നിട്ട് വേണ്ട. അതുകൊണ്ട് ഓനെല്ലാം എന്തെല്ലോ കഥയും ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് വന്ന് പറയുമായിരിക്കും. ഫസ്മിനെ വന്ന് പറയട്ടെ, അതല്ലേ അതിന്റെ ശരി. അല്ലാണ്ട് ഈ കണ്ടെല്ലാം പറയുന്നത് കേട്ടിട്ട് അതിന് റിപ്ലൈ കൊടുക്കാൻ നമുക്ക് സമയമില്ല. ഏത് ആളാണെങ്കിലും പറയുന്നത് ഫസ്മിനെ പറഞ്ഞതല്ലേ, അപ്പൊ ഫസ്മിനെ വന്ന് പറയട്ടെ. ഫസ്മിനെ പറയൂല, കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇനി ഇത് അവർക്ക് കണ്ടന്റ് ആക്കാനും അവർക്ക് ഇതാക്കാനും വേണ്ടി പലരും പലതും പറയും. അതും വിശ്വസിച്ച് നിങ്ങൾ ഈ മണ്ടന്മാരിങ്ങനെ നടന്നോ? എന്ത് തോന്നിയാസവും കാണിക്കാം. അണ്ടർവെയർ ഇട്ടോണ്ട് മുമ്പ് വന്നിരിക്കും, നീയെ കൂടെ വായമ്പളം നോയിക്കൊണ്ടിരിക്കുന്നു. കേറി പോടിയാത്ത ആണെങ്കിൽ ആണ്, പെണ്ണെങ്കിൽ പെണ്ണ്, പട്ടിയെങ്കിൽ പട്ടി. ഈ സെറ്റപ്പാ. കല്ലടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് ഈ രീതിയിലാണ് പെരുമാറുന്നത്. കുണ്ടൻ അതിന്റെ വന്നിട്ട് പറയുന്നുണ്ടല്ലോ അവിടെ നടക്കുന്ന പുറത്തു പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി ബൈസെക്ഷൽ ആണ്. തൊപ്പിയോ? തൊപ്പി ഈ എന്റെ എക്സ് മറ്റേ ഹസ്ബൻഡ് ലല്ലുവിന്റെ വായിന്ന് ഒരു വട്ടം പറയുന്നില്ലേ ഷിബിലി അല്ല തൊപ്പി പറഞ്ഞിട്ടുണ്ടെന്ന്. അതുള്ള കാര്യോ? നീ കണ്ടിട്ടുണ്ടോ? ഞാൻ പുള്ളീനെ ഷമീറിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി എന്റെ ഉമ്മ സത്യം ഒന്നുകൂടെ വെക്കാം. പുള്ളീനെ ഷമീറിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി എന്റെ ഉമ്മ സത്യം. നീ നിന്റെ കണ്ണാലെ കണ്ട കാര്യമാണോ അതോ വെറുതെ? ഞാൻ എന്റെ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യം. ഞാൻ എന്റെ കണ്ണാലെ കണ്ടിട്ടുള്ള, അയ്യോ, അടുക്കളയിൽ വെച്ച് പതിരാത്രി കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യം. ഉറങ്ങി കിടക്കുമ്പം ഇവര് കിച്ചണില് ഞാൻ ഇതിൽ കണ്ടു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു അത് ഡ്രഗ് ഉപയോഗിച്ച് അങ്ങനെ പറ്റിപ്പോയതാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, ഉപയോഗിച്ച് നമുക്ക് നമ്മളല്ലാണ്ടായി പോവും. അങ്ങനെ അച്ചോടാ ചോദിച്ചപ്പം കല്ലടിച്ചിട്ട് പറ്റിപ്പോയതാണെന്ന് കഥ പറഞ്ഞേ. ഇവനൊക്കെ കല്ലടിച്ചു കഴിഞ്ഞാല് അമ്മ ഏതാ, പെങ്ങളേതാ, അനിയനേതാ ഒന്നും അറിയില്ല, കൂട്ടുകാരനേതാ ഒന്നും അറിയില്ല. ബേസിക്കലി ഇവന്മാര് ഇത് കുണ്ടന്നൂർ ടീംസ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കല്ലുപയോഗിച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ സ്വഭാവം മാറും, തനിക്കുടങ്ങൾ മാറും. അപ്പൊ പിന്നെ പല രീതിയിലാവും കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ കിച്ചണിൽ വെച്ചിട്ട് തൊപ്പി, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. മറ്റാർക്കും ഇല്ലാത്തൊരു പ്രിവിലേജ് ഇവന് തൊപ്പി കൊടുക്കുന്നില്ല. മറ്റാർക്കും ഇല്ലാത്തൊരു പ്രിവിലേജ്. തൊപ്പിയുടെ കസേരയിൽ ഇരിക്കുന്നു, തൊപ്പി ഒരുമിച്ച് ഇവർ രണ്ടുപേരും ഇരുന്ന് സ്ട്രീം ചെയ്യുന്നു, ബാക്കി എല്ലാവരും ബാക്കിലിരിക്കുന്നു. സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി സെന്ററിൽ ഇരിക്കും, എന്നിട്ട് ബാക്കി എല്ലാവരും തൊപ്പിയുടെ ചുറ്റും നിന്നിട്ട് കോമാളിത്തരം കാണിക്കും. ഇവൻ വന്നതിന് ശേഷം തൊപ്പിയും ഇവനും ഒരുമിച്ച് ഇങ്ങനെ മച്ചാൻ ഇരുന്നിട്ടാണ് സ്ട്രീം ചെയ്യുന്നത്. തൊപ്പി ചിലപ്പോഴും മോസ്റ്റ്ലി ഇവന്റെ പുറയിലായിരിക്കും. അങ്ങനെ ഒരു പാർട്ട്ണർ സെറ്റപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുകൊണ്ട് ഇവനെ മാത്രം തൊപ്പി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നു. പിടികിട്ടിയോ? ഭയങ്കരമായിട്ട് ഇവനെ തൊപ്പി ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവനെ വലിയൊരു സ്ട്രീമർ ആക്കാൻ വേണ്ടി തൊപ്പി കഷ്ടപ്പെടുന്ന പോലെ. അന്നേരം നമ്മുടെ സായി പറഞ്ഞ പോലെ ഇവരും മറ്റേ മമ്മുവും കൂടെ ഷേക്കടിച്ച തൊപ്പി കണ്ടപ്പോ തൊപ്പി ആ വീഡിയോ എടുത്ത് വെച്ചു. തൊപ്പിക്ക് അന്നേരം വിളകി പാർട്ണറിനോട്. മനസ്സിലായോ? ജലസ് പൊസസീവ്നെസ്. ഫുൾ ടൈം കല്ലടിച്ചിട്ട് നിൽക്കാനാണ് നീയൊക്കെ, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എന്താണെങ്കിലും ബാക്കിയുടെ കേക്ക് മൊത്തം കഴിഞ്ഞിട്ടില്ല. ഉപയോഗിച്ച് അങ്ങനെ പറ്റിപ്പോയതാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, നമുക്ക് നമ്മളല്ലാണ്ടായി പോവും, അങ്ങനെ മാറിപ്പോയതാണ് എന്തൊക്കെയോ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചു. പക്ഷെ എനിക്ക് പിന്നീട് മമ്മൂടെ കഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ലൈക്ക് ഷമീർ ഇങ്ങനെ പറയായിരുന്നു തൊപ്പിക്ക് ഇങ്ങനെ ഗേൾസിനോട് ചെയ്യണമെങ്കിൽ തന്നെ മമ്മു ഇങ്ങനെ ചെയ്തു കൊടുക്കണം. അങ്ങനെയൊക്കെ ഞാൻ ഷമീർ പറയുമായിരുന്നു. മമ്മുവേടാ നിന്നെ ഒറ്റി, നിന്നെ പറ്റിയും പോയി വന്ന് പറയുന്ന ഇതൊക്കെയാ തൊപ്പിക്ക് ചെയ്തു കൊടുക്കും. ആണെന്ന് തോന്നുന്നു. കേട്ടിട്ടുണ്ട്. ഷമീർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഊഹിക്കുന്നതിലും കൂടുതലാ ഫസി ഇവിടെ നടക്കുന്ന ഈ വീട്ടില് എന്നൊക്കെ എന്റെ അടുത്ത് ആ ടൈമിൽ പറയാം. ഞാൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അന്വേഷിക്കുമ്പോൾ എന്റെ അടുത്ത് പറയായിരുന്നു, നീ പോയത് നന്നായി, ഇവനിവിടെ കയറ്റാത്ത പെൺപിള്ളേരില്ല, ഭയങ്കര സീനാന്നൊക്കെ പറഞ്ഞ് എന്നെ വീഡിയോ കോളിൽ ഇങ്ങനെ കാണിച്ചൊക്കെ തരുമായിരുന്നു. അപ്പം ഷമീർ ലൈക്ക് അവരെല്ലാരും അങ്ങനെയായിരുന്നു ആ ടൈമില്. ഷമീറും അങ്ങനെയായിരുന്നു. ഓഹോ. ഇല്ല, ഇവന്മാർ ഇത്രയും നാൾ ഈ പൈസ ഒന്നും കൊടുക്കാതെ അവിടെ നിൽക്കാനുള്ള ഒരു മോട്ടീവ് വേണമല്ലോ, അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. മോട്ടീവ് എന്ന് വെച്ചാൽ ആ ടൈമിൽ എനിക്ക് മനസ്സിലായത് അവിടെ ഗേൾസിനെ കിട്ടും. മനസ്സിലായോ? ഇപ്പൊ മമ്മൂന്നൊക്കെ വെച്ചാൽ മമ്മൂനൊക്കെ ഗേൾസിനെ ആദ്യമായിട്ട് കാണുന്ന പോലെ, പെൺപിള്ളേരൊന്നും കണ്ടിട്ടില്ല നിൽക്കുന്ന സ്ഥലത്ത്. അപ്പം അങ്ങനെ ആ ഒരു എക്സ്പോഷർ അവന്റെ സ്വഭാവത്തിൽ അത് കാണാനുണ്ട്. അത് നമ്മൾ തന്നെ വീഡിയോക്കകത്ത് കാണുന്നതാണല്ലോ. പെണ്ണുങ്ങളെ കാണുമ്പോഴത്തേക്കല്ലേ ചക്കക്കൂട്ടാൻ കണ്ട പോലെയാണ് മമ്മൂ ചാടിത്തുള്ളി വരുന്നത്. ഗേൾസിനെ ആദ്യമായിട്ട് കാണുന്ന പോലെ, പെൺപിള്ളേരൊന്നും കണ്ടിട്ടില്ല നിൽക്കുന്ന സ്ഥലത്ത്. അപ്പം അങ്ങനെ ആ ഒരു എക്സ്പോഷർ കിട്ടിയോണ്ടായിരിക്കും ഇത്ര നാളും ഒരാളും തിരിച്ചറിയാൻ നിന്നിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത്ര ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അപ്പൊ എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് നിന്നതായിരിക്കും. ഇവന്മാരെ
ഇവന്മാർക്ക് എല്ലാവർക്കും ഈ പെണ്ണുങ്ങളെ എന്തോ കൊണ്ടുവരിക പരിപാടി നടത്തുക അതുണ്ടായിരുന്നോ? ഷമീറിനും നിഹാദിന്റെ ഇടയിൽ അങ്ങനെ കുറെ വട്ടം തല്ലുണ്ടായിട്ടുണ്ട്. അതായത് ഷമീർ കൊണ്ടുവരുന്ന പെണ്ണായിട്ട് നിഹാദ് ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറെ സീൻ വന്നിട്ടുണ്ട്. അതിന്റെ ഇടയിൽ അവര് എന്താണ് മോനെ കേൾക്കുന്നത്? എന്താണ് മോനെ കേൾക്കുന്നത്? പെൺകുട്ടികളെ കൊണ്ടുവരിക, തല്ലുണ്ടാവുക, എന്തൊക്കെയാണ് ഇവിടെ നടക്കണത് കൊച്ചു കേരളത്തിൽ? അങ്ങനെ തല്ലായിട്ടുണ്ട്. തല്ലായി എന്നെ രണ്ടുപേരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് പൈസ ഒഴിച്ച് ബാക്കി എല്ലാം അവിടെ കിട്ടുന്നുണ്ട്. പൈസ ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടുന്നുണ്ട്, പൈസ കിട്ടുന്നില്ല. അപ്പൊ ഇത്രയും നാളെ അവന്മാര് പൈസ ഇല്ലാഞ്ഞിട്ടും 2-2.5 കൊല്ലം അവന്മാരുടെ തൊപ്പിയുടെ മൂണ്ട് താങ്ങി നിന്നതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാം അവിടെ കിട്ടും, എല്ലാം കിട്ടും. പൈസ എന്നെ ഓവർടേക്ക് ചെയ്യാൻ ഒരുത്തരെയും ഞാൻ സമ്മതിക്കില്ല. അമേരിക്കയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല.